അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയ്ക്ക് ഈ ഷോയിൽ ഞാൻ 200 എപ്പിസോഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞത്. ഇവിടെ പുതിയതായിട്ട് പറയാൻ പോവാണ്. എന്താണ്? പാട്ട് പാടണം നല്ലതാണ്. പാട്ട് പാടിക്കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിനെക്കാളും നല്ലതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു മ്യൂസിക്കൽ എപ്പിസോഡായി മാറാൻ പോകുന്ന എല്ലാ കോളും മഴക്കോൾ പോലെ തന്നെ ഉണ്ട്. ദുബായിൽ ഈ ഇടയ്ക്കായിട്ട് ശരിക്കും മഴ പെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് മഴ പെയ്യുമ്പം കാണാൻ പറ്റിയ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ജുമേറ വില്ലേജ് സർക്കിൾ. ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടായ അമ്പിളി ആൻഡ് ഫാമിലി they stay here in Jumeirah Village Circle. It's a beautiful home. അമ്പിളി will be coming. അമ്പിളിയുടെ താക്കോൽ ആസൂത്രിതമായ ഷഡയന്ത്രത്തിലൂടെ ഒപ്പിച്ചെടുത്തു അല്ലെ? അവര് വെക്കേഷന് പോകാനുള്ള തിടുക്കത്തിൽ ഷോപ്പിംഗിലാണ്. വേറെ ഏതോ മോളിൽ നമ്മൾ ഷോപ്പ് ഇട്ടു. നമ്മൾ ലുലുവിന് ഷോപ്പ് ഇട്ടു. അറിഞ്ഞിട്ടില്ല. പുള്ളിക്കാരി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു വിരുന്ന് ഉണ്ടാക്കാൻ പോകും നമ്മൾ അല്ലെ? ഫാന്റാസ്റ്റിക്. അമ്പിളിയുടെ ബെസ്റ്റ് ടൈം, അതാണ് ഇന്നത്തെ ഷോയുടെ പ്രാധാന്യം. ആ ബെസ്റ്റ് ടൈം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ പാട്ട് ടൈം. ഞാൻ പാടും പെടും ഷെഫ്. പെടുന്നത് നല്ലതാണ്. ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൽ വന്ന് പെടുത്തല്ലോ. ഇനി പെട്ടോളൂ, ഒരു പാട്ട് പാടിക്കോളൂ. ചെമ്പാവിൻ കുന്നെല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂഞ്ചിരിയോ. മതി ഷെഫ്. മതിയോ? ഇത് മതി പറയുന്ന ഞാനാ സാധാരണ മതി എന്ന് പറയുന്നത്. ഇത്രയും മതി. എന്നെ മതിയാക്കി നന്നായി മിടുക്കി. ഇതിൽ കൂടുതൽ പാടിയ കുളമായെന്നെ. ബിക്കോസ് ഇതൊരു കുക്കറി ഷോ ആണ്. ഇതൊരു പാട്ട് മത്സരമോ റിയാലിറ്റി ഷോ അല്ല. സോ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കി സ്വന്തമായിട്ട് നിർത്തിയതിൽ നന്ദി. നമസ്കാരം. ഫോർ വാച്ചിങ് സാൻഫോർഡ് ട്രീറ്റ് വിത്ത് ഷെഫ് അനിൽകുമാർ. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കുക്കിംഗിലേക്ക് ഉള്ള രംഗമാണ് അല്ലെ? രംഗം 2. അപ്പൊ അതിനു മുമ്പേ ഡ്രസ് നമ്പർ 2. You have come with a suitcase, I know. So go get ready and come to the kitchen. All right. I'll wait for you there with the ingredients. All right, chef. We'll do that. പൊങ്ങട്ടെ. വെൽക്കം ബാക്ക് ടു സാൻഫോർഡ് ട്രീറ്റ്. ഞാൻ നിൽക്കുന്നത് ആരുടെ ഫ്രണ്ടിന്റെ വീട്ടില്? ആരതി അരുണിന്റെ ഫ്രണ്ടിന്റെ വീട്ടില്. ഫ്രണ്ടിന്റെ പേരെന്താണ്? അമ്പിളി. ഇതെന്താണ്? ഷാർപ്പനിങ് റോഡ്. ഇതെന്താണ്? നൈഫ്. ഇതെന്താണ്? ചോപ്പിംഗ് ബോർഡിൽ ഇരിക്കുന്നത്? ഓസ്ട്രേലിയൻ ലാംബ് ഇറച്ചി, ബോൺലെസ്. കറക്റ്റ്. എന്താ ഈ സൗണ്ട് പോയ പോലെ കേൾക്കുന്നത്? പാട്ട് പാടുന്ന എപ്പോഴും നമ്മുടെ താല്പര്യമായിരിക്കും. ഈ അമ്പിളി എങ്ങനെ അറിയാം? അമ്പിളി, ഞാനും അമ്പിളിയും ഒരുമിച്ച് ഞങ്ങൾ ബികോമിന് കാലിക്കറ്റ് ആർട്സ് കോളേജിൽ പഠിച്ചതാണ്. അപ്പം ആക്ച്വലി ഷി വാസ് മൈ ജൂനിയർ. ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പം ഷി വാസ് ഇൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ദുബായിൽ വന്നു. ത്രൂ ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾ ഭയങ്കര കോൺടാക്ട്സ് ആണ്. അങ്ങനെ ഞങ്ങള് ഫേസ്ബുക്കിലൂടെ പല ഫ്രണ്ട്സുകളും പിരിഞ്ഞു പോയ ഫ്രണ്ട്സും കിട്ടാതെ പോയ ഫ്രണ്ട്സും കളഞ്ഞു പോയ ഫ്രണ്ട്സ് എല്ലാ ആൾക്കാർക്ക് തിരിച്ചു കിട്ടി. തീർച്ചയായിട്ടും. ആർട്സ് കോളേജിലൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് അടുപ്പുണ്ടായിരുന്നില്ല. ഫേസ്ബുക്ക് കൊണ്ട് ജോലിയും കിട്ടും, പണിയും കിട്ടും, ഫ്രണ്ട്സിനും കിട്ടും. നമ്മുടെ ഇറച്ചി ക്ലീൻ ചെയ്തു. ആ പ്ലേറ്റത്തെ ഇത് കുറച്ച് ഫാറ്റും കുറച്ച് മസിൽ ടിഷ്യൂസും ആണ്. സ്കിന്നല്ല. സ്കിൻ ഓൾറെഡി ആടിന്റെ പത്തിന്ന് മാറ്റി. ഇനി നമുക്ക് ഇതിനൊക്കെ ഒരു ക്യൂബ്സ് ആക്കണം. കണ്ടാ ഏത് സൈസ് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന എന്താണ്? സ്റ്റ്യൂ. കണ്ടാ? അപ്പൊ ഒരു മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം സൈസ് പീസ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 1 ഇഞ്ച് വലുപ്പത്തിന് പീസാക്കിയ ലാംബ്. അപ്പം കണ്ടാ ഇപ്പൊ തന്നെ ഒന്ന് പിടിച്ചു നോക്കിയേ. ആടിനെ ഇഷ്ടമില്ല പോലും. ലാംബ് മീറ്റ് ഇഷ്ടമല്ല ഷെഫ്. പക്ഷെ പിടിക്കാനൊക്കെ സുഖമുണ്ട്. അലുവ പോലില്ലേ? കോഴിക്കോട് അലുവ പോലെ. അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങളുടെ ജസ്റ്റ് മൈൻഡിലാണ്. മൈൻഡ് എക്സാക്ട്ലി ഹലുവ പോലെ ഉണ്ട് ഷെഫ്. മൈൻഡ് പ്ലേയിങ് ഗെയിംസ് വിത്ത് യു. ഓക്കെ. സോ ദീസ് ആർ ജസ്റ്റ് ഈ നമ്മളിങ്ങനെ അരിയുമ്പോൾ ഇത് കണ്ട ഗ്രെയിൻ കാണുന്നുണ്ട്. ഗ്രെയിൻ. ഈ ഗ്രെയിനിനെ വെച്ച് കട്ട് ചെയ്താൽ ഇലാസ്റ്റിക് ആയിരിക്കും, ചൂയി ആയിരിക്കും. നമ്മൾ മട്ടൺ മേടിച്ചാൽ മാത്രം പോരാ, അത് കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. കണ്ട വര പോകുന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ഈ വരക്ക് തന്നെ ഒപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വേവിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിന് വേവില്ല. എന്തായാലും ഇത് ഫൈബർ ഇസ് റണ്ണിങ് ലൈക്ക് ദിസ്. സോ വി ഹാവ് ടു കട്ട് അക്രോസ് ദ ഗ്രെയിൻ. അക്രോസ് ദ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ, അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ നീളത്തിൽ മുറിച്ചതിന് ശേഷം പറഞ്ഞു തരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഇല്ലെങ്കിൽ ആരും ഇതിനെ കുറിച്ചൊന്നും ശ്രദ്ധിക്കില്ല. മട്ടൻ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇവിടെ വരുന്നുണ്ട് എങ്ങനെ മട്ടൻ കട്ട് ചെയ്യണം നോക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇറച്ചി കട്ടി വെച്ചു.
കട്ട് ചെയ്ത് ഇറച്ചില്ലേ ഇങ്ങോട്ട് അടുത്തോട്ട് നിൽക്കും, അപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. ഇതെന്താണ്? അറബിക് മസാല. അറബിക് മസാല ഇട്ടു. ഉപ്പ് കൂടി പോയാൽ കുറവ് തോന്നുന്നുണ്ടോ കണ്ടിട്ട്? നിങ്ങളെയാ ഉപ്പിടുന്നത്? ഞാനും ഇതേപോലെ ഭയങ്കര അപാര ധൈര്യം തന്നെ. ഇതേപോലെ ധൈര്യം മാത്രമായിരിക്കും 25 മിനിറ്റ്സ് മട്ടൺ കറി റെഡി ആവുമെന്ന് പറഞ്ഞു. ഷെഫ്, ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ആ വലിയത് ഉപയോഗിക്കാറില്ല, ചെറിയ സ്പ്രിങ്കിൾസ് വരുന്നതേ എടുക്കാറുള്ളൂ. അതാണ് എന്റെ കണക്ക്. അതെ അതെ അതെ, ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. അതിനെ പേടിയാണ്, കാരണം അതിൽ കുറെ വരും. അപ്പം മസാല ആൻഡ് സോൾട്ട്. നമുക്ക് ഇതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞ് സ്റ്റൂ ഉണ്ടാക്കാം. But before that, I'm going to wash my hands. And you think what you're going to sing. While you go for a small break,